ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് 2 ആണ്. യൂണിറ്റ് 2 ഒരു പോയം വെച്ചിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ദ പോയം ഈസ് നൺ അതർ ദാൻ ദ സീഡ്ലിംഗ് ബൈ പോൾ ലോറൻസ് ഡൻബാർ. നമ്മളെ യൂണിറ്റ് 2 സീഡ്ലിംഗ് എന്ന് പറഞ്ഞ പോയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദ പോയം ഈസ് റിട്ടൺ ബൈ പോൾ ലോറൻസ് ഡൻബാർ. സോ ആദ്യമായിട്ട് നമ്മളിന്ന് ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് വന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ഇതാണ്: റീഡ് ദി ഫോളോയിങ് ലൈൻസ് ഫ്രം ദി പോയം ദ സീഡ്ലിംഗ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. ഞാൻ ഒരു 3 ചെറിയ സ്റ്റാൻസകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളിത് വായിക്കണം. വായിച്ചിട്ട് വി വിൽ ഡിസ്കസ് ദീസ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇത് നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ യൂണിറ്റ് 1 ഒരു ഡ്രമാറ്റിക് സ്പീച്ച് ചെയ്തപ്പോൾ ഇതേ മോഡൽ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെയിം പാറ്റേൺ ആണ് നമ്മൾ ഈ ഒരു പോയത്തുനിന്നും ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ അപ്രിസിയേഷൻ നോക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ആ പോയെന്ന് വായിക്കാം. ആസ് എ ക്വൈറ്റ് ലിറ്റിൽ സീഡ്ലിംഗ് lay with its darksome bed, to itself it fell a talking, and this is what it said: I'm not so very robust, but I'll do the best I can. And the seedling from that moment its work of life began. So it pushed a little leaflet up into the light of day to examine the surroundings and show the rest the way. 3 സ്റ്റാൻസയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഓക്കെ, സ്റ്റാൻസ 1, സ്റ്റാൻസ 2, സ്റ്റാൻസ 3, അങ്ങനെ 3 സ്റ്റാൻസയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് നോക്കാം. നിങ്ങൾക്ക് ഈ പോയ അറിയോ? എന്താണ് ഈ തന്നിരിക്കുന്ന വരിയിലെങ്കിലും പറയുന്നതെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. ഓക്കെ, പിന്നീട് പോയത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അടുത്ത സെക്ഷനിൽ, അപ്രിസിയേഷൻ സെക്ഷനിൽ ഞാൻ സംസാരിക്കുന്നതാണ്. ഓക്കെ, ആസ് എ ക്വൈറ്റ് ലിറ്റിൽ സീഡ്ലിംഗ്. സീഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സീഡ്ലിംഗ് ചെറിയ തൈ അല്ലേ, നമ്മളൊരു വിത്ത് മുളച്ചിട്ടുണ്ടാകുന്ന തൈ ഇല്ലേ, അതിനാണ് സീഡ്ലിംഗ് എന്ന് പറയാം. ലേ വിത്തിൻ ഇറ്റ്സ് ഡാർക്സം ബെഡ്. നോക്കൂ, ഈ ചിത്രത്തിൽ നോക്കൂ. നമ്മൾ ചെറിയ വിത്ത് മണ്ണിൽ പാകി കഴിഞ്ഞാൽ അതിങ്ങനെ മുളച്ച് പൊട്ടി വരില്ലേ. അപ്പോൾ അതിൻ്റെ ആ വിത്തിൻ്റെ ഭാഗവും അതിൻ്റെ ആ ഒരു ചെറിയ സ്റ്റെമ്മിൻ്റെ ഭാഗമൊക്കെ മണ്ണിൽ മൂടിയിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. അപ്പം അതുപോലെ ഡാർക്സമായിട്ടുള്ള ഇരുണ്ട ഭൂമിയുടെ ഉള്ളിലാണ് ഈ വിത്ത് മുളച്ച് വരുന്ന ആ സമയത്ത് കിടക്കുന്നത്. ടു ഇറ്റ്സെൽഫ് ഇറ്റ് ഫെൽ എ ടോക്കിംഗ്. ആ വിത്ത് അല്ലെങ്കിൽ ആ തൈ, ചെറിയ തൈ, മുളച്ചു വരുന്ന തൈ, മണ്ണിൻ്റെ ഉള്ളിൽ കിടക്കുന്ന തൈ അതിനോട് തന്നെ സംസാരിക്കുകയാണ്. ആൻഡ് ദിസ് ഇസ് വാട്ട് ഇറ്റ് സെഡ്. എന്താണ് അത് അതിനോട് തന്നെ സംസാരിച്ചത്? ഈ ഡബിൾ ഇൻവേർട്ടഡ് കോമയിൽ കൊടുത്ത ഭാഗം കണ്ടോ? അതാണ് ആ തൈനോട് തന്നെ സംസാരിക്കുന്നത്. എന്താ നോക്കൂ, ഐ എം നോട്ട് സോ വെരി റോബസ്റ്റ്, ഐ എം നോട്ട് വെരി സോ സ്ട്രോങ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ അത്ര സ്ട്രോങ് അല്ല, ഐ എം നോട്ട് സോ സ്ട്രോങ്, ബട്ട് ഐ വിൽ ഡു ദ ബെസ്റ്റ് ഐ ക്യാൻ. എന്നാലും ഞാൻ എനിക്ക് പറ്റാവുന്നതിൻ്റെ പരമാവധി ഐ വിൽ ഡു ദ ബെസ്റ്റ് ഐ ക്യാൻ, എനിക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ഞാൻ ചെയ്യും. അത് സ്ട്രോങ് ആയിട്ട് അതിനോട് തന്നെ പറയാണ്. ആൻഡ് ദ സീഡ്ലിംഗ് ഫ്രം ദാറ്റ് മൊമെൻറ്റ് ഇറ്റ്സ് വർക്ക് ഓഫ് ലൈഫ് ബിഗാൻ. അവിടം തൊട്ടിട്ട് അങ്ങനെ സ്വന്തമായൊരു കോൺഫിഡൻസ് ഉള്ളിലേക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുക? അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ചെറിയൊരു സീഡ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ചെറിയൊരു സീഡ്ലിംഗ്, സീഡ് എന്ന് പറഞ്ഞാൽ വിത്ത്, സീഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ അത് വിത്ത് മുളച്ചുണ്ടാവുന്ന തൈ. ഓക്കെ, അപ്പോൾ ആ ഒരു ചെറിയ സീഡിൽ നിന്ന് ഇങ്ങനെ പൊട്ടി മുളച്ച ആ ഒരു ചെറിയ തൈ എന്ന് പറഞ്ഞാൽ ലൈഫിൻ്റെ തുടക്കമാണ് അല്ലേ. ചെറിയ കുട്ടികളെ നിങ്ങൾക്ക് ഇതിനായിട്ട് കമ്പയർ ചെയ്യാം, അതായത് ചെറിയ കുട്ടികളെ, അതേപോലെയാണ് ചെറിയ തൈ. അപ്പോൾ ഈ ചെറിയ തൈ എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വീക്കസ്റ്റ് ആണ്. കാരണം സ്വന്തമായിട്ടൊരു അസ്തിത്വമൊന്നും ഉണ്ടായിട്ടില്ല അല്ലേ, സ്വന്തമായിട്ട് സ്ട്രോങ് ആയിട്ടില്ല. പക്ഷെ അങ്ങനത്തെ ഒരു മൊമെൻറ്റിലും അത് ദൃഢപ്രതിജ്ഞ എടുക്കുകയാണ്. എന്താ പ്രതിജ്ഞ എടുക്കുന്നത്? ഐ വിൽ ഡു ദ ബെസ്റ്റ് ഐ ക്യാൻ. ഞാൻ എനിക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ഞാൻ ചെയ്യുമെന്ന് പറയാണ്. എന്നിട്ട് അതെന്ത് ചെയ്യാണ്? അതിൻ്റെ ജീവിതം, അതിൻ്റെ പ്രവൃത്തി തുടങ്ങുകയാണെന്നാ പറയണത്. ഇറ്റ്സ് വർക്ക് ഓഫ് ലൈഫ് ബിഗാൻ അല്ലേ. അത് ജീവിതത്തിനോടുള്ള പോരാട്ടം, അത് ജോലി ചെയ്യാൻ തുടങ്ങി ചെറുപ്പം മുതൽ. ശരിക്കും ഒരു മാതൃകയാണ് ഒരു ചെടി എന്ന് പറയുന്നത്. കാരണം ഈ ചെറിയ വിത്തുനിന്ന് മുളച്ച് നമ്മൾ കൊടുക്കുന്ന എന്താ പറയുക, വെള്ളം, ലവണമൊക്കെ ആഗിരണം ചെയ്തിട്ട് അതിങ്ങനെ വളർന്ന് വലുതാവുന്നതാണ്. അതിൻ്റെ സ്വന്തം റിസ്കിലാണ് അത് വലുതാവുന്നത്. നമ്മൾ ചെറിയ എന്താ പറയുക, മനുഷ്യന്മാരങ്ങനെയല്ല. മനുഷ്യന്മാർക്ക് കെയർ വേണം അല്ലേ. ചെറിയ മക്കളാണെങ്കിൽ നമ്മൾ കെയർ ചെയ്ത് ഭക്ഷണം വാരിക്കൊടുത്ത് അങ്ങനെയാണ്. ഇതങ്ങനെയല്ല, സ്വന്തമായിട്ട് കൺസ്യൂം ചെയ്ത് എന്ത് ചെയ്യാണ്, വളരുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
എൻ്റെ ജീവിതത്തോടുള്ള പോരാട്ടം, ഞാൻ എൻ്റെ ജീവിതത്തിലെ വർക്ക് സ്റ്റാർട്ട് ചെയ്തെന്ന് ഈ സീഡ്ലിങ് പറയാണ്. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്തു, അങ്ങനെ ഐ ഡു ദ ബെസ്റ്റ് ഐ ക്യാൻ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, അത് അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. സോ ഇറ്റ് പുഷ്ഡ് എ ലിറ്റിൽ ലീഫ്ലെറ്റ്. അപ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ അത് ഇങ്ങനെ വെള്ളം മറ്റു സാധനങ്ങളൊക്കെ ആഗിരണം ചെയ്ത് വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു, ചെറിയ ലീഫ്ലെറ്റുകൾ, ചെറിയ തളിരുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി, പുറത്ത് ചാടാൻ തുടങ്ങി. നോക്കൂ, ചിത്രത്തിൽ നോക്കൂ, ആ മണ്ണിൻ്റെ ഭാഗം ഇങ്ങനെ എന്താ പറയുക പൊളിച്ചിട്ട് ആ തളിര് പൊന്തി നിൽക്കുന്നത് കണ്ടില്ലേ? അതായത് മണ്ണിൻ്റെ അടിയിൽ നിന്ന് പുറത്തോട്ട് വന്നു എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം കേട്ടോ. അപ്പ് ദ ലൈറ്റ് ഓഫ് ഡേ, എങ്ങോട്ട്? പ്രകാശപൂരിതമായ ഭൂമിയിലേക്ക്, അല്ലേ? ആ പ്രകാശം ആഗിരണം ചെയ്യുന്ന അവസ്ഥയിലേക്ക് അത് പുറത്തോട്ട് വന്നു. ഓക്കെ, ടു എക്സാമിൻ ദ സറൗണ്ടിങ്, എന്തിനു വേണ്ടിയിട്ട്? ആ ചുറ്റുപാടിനെ കുറിച്ചൊക്കെ ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഷോ ദ റെസ്റ്റ് ദ വേ, മാത്രമല്ല ഷോ ദ റെസ്റ്റ് ദ വേ. ഒരു മരം ഇങ്ങനെ പൊട്ടി തളിർത്ത് വന്നാൽ, അല്ലെങ്കിൽ ഒരു ചെടി ഇങ്ങനെ തളിർത്ത് വന്നാൽ ആ ചെടി ഇങ്ങനെ വലുതാവും, അല്ലേ? അതിലെ സ്റ്റെമ്മ് വലുതാവും, അതിൽ പുതിയ ഇലകൾ വരും, ഇലകൾ മെച്ചുവേർഡ് ആവും, പിന്നെ എന്ത് ചെയ്യും, അതിൽ പിന്നെ മൊട്ടിടും, പൂക്കളുണ്ടാവും, കായ്കളുണ്ടാവും. അങ്ങനെ എന്ത് ചെയ്തു, അതായത് ഷോ ദ റെസ്റ്റ് ദ വേ എന്ന് പറഞ്ഞാൽ ആ മരത്തിലുള്ള ബാക്കിയുള്ളവർക്ക് വഴി കാണിച്ചു കൊടുത്തു. പൂക്കൾ ഉണ്ടാവാനുള്ള വഴി, അല്ലെ? കായ്കൾ ഉണ്ടാവാനുള്ള വഴി, അല്ലെങ്കിൽ എന്താ പറയുക, മരം വലുതാവാനുള്ള വഴി ഒരുക്കി കൊടുത്തു. അത് സ്വന്തമായിട്ട് വളരാൻ തുടങ്ങി. ഇത്രയാണ് ചോദ്യത്തിൽ തന്നിരിക്കുന്ന ഭാഗം. ഇനി ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയാലോ. ക്വസ്റ്റ്യൻ നമ്പർ 1 ഇതാണ്. Where does the little seedling lie at the beginning of the poem? പോയം തുടങ്ങുന്ന സമയത്ത് എവിടെയാണ് ലിറ്റിൽ സീഡ്ലിംഗ് ഒളിച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ എന്താ പറയുക, ഒളിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എവിടെയാണ് ലൈ ചെയ്യുന്നത്? ലൈ ചെയ്യുന്ന പറഞ്ഞാൽ എവിടെയാണ് അത് ഉള്ളത്, കിടക്കുന്നത്? നോക്കൂ, എവിടെയുള്ളത്? രണ്ടാമത്തെ വരി നോക്കിയാൽ കിട്ടും അതിൻ്റെ ആൻസർ. The little seedling lies within the darksome bed. ഭൂമിക്ക് താഴെയാണ് അത് കിടക്കുന്നത്. ലൈ വിത്തിൻ ദ ഡാർക്സം എന്ന് പറഞ്ഞാൽ ഇരുണ്ട് മൂടിയ ഭൂമിക്ക് താഴെയാണ് അത് കിടക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2. വാട്ട് ഡസ് ദ സീഡ്ലിംഗ് സേ അബൌട്ട് ഇറ്റ്സ് ഓൺ സ്ട്രെങ്ത്? അതിൻ്റെ തന്നെ സ്ട്രെങ്ത്തിനെ കുറിച്ച് ആ ചെറിയ തൈ നിങ്ങളോട് എന്താ പറഞ്ഞത്? നോക്കൂ, ഐ എം നോട്ട് വെരി റോബസ്റ്റ്, ഐ എം നോട്ട് സോ വെരി സ്ട്രോങ്, ഐ എം നോട്ട് സോ സ്ട്രോങ്, അല്ലേ? ഞാൻ അത്ര സ്ട്രോങ് അല്ല. ഐ എം നോട്ട് സോ റോബസ്റ്റ്, ഐ എം നോട്ട് വെരി റോബസ്റ്റ്. ഞാൻ സ്ട്രോങ് അല്ല, ബട്ട് ഐ വിൽ ഡു ദ ബെസ്റ്റ് ഐ ക്യാൻ. പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ ചെയ്യും. ഇതാണ് അത് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അത് ആൻസർ ചെയ്യണേ. ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കൂ. വാട്ട് ഡിസിഷൻ ഡസ് ദ സീഡ്ലിംഗ് മേക്ക് അബൌട്ട് ഇറ്റ്സ് ലൈഫ്? അതിൻ്റെ തന്നെ മേക്ക് അബൌട്ട് ഇറ്റ്സ് ലൈഫ്, അതിൻ്റെ ജീവിതത്തെ കുറിച്ചിട്ട് എന്ത് സത്യപ്രതിജ്ഞയാണ് സീഡ്ലിംഗ് എടുത്തത്? വാട്ട് ഡിസിഷൻ ഡസ് ദ സീഡ്ലിംഗ് മേക്ക് അബൌട്ട് ഇറ്റ്സ് ലൈഫ്? അതിൻ്റെ ലൈഫിനെ കുറിച്ച് എന്ത് ഡിസിഷൻ എടുത്തത്? നോക്കും, എന്ത് ഡിസിഷൻ എടുത്തത്? ഈവൻ ദോ ഐ എം നോട്ട് വെരി സ്ട്രോങ്, ഐ വിൽ ഡു ദ ബെസ്റ്റ് ഐ ക്യാൻ. ഞാൻ സ്ട്രോങ് അല്ലെങ്കിലും ഞാൻ എൻ്റെ ബെസ്റ്റ് ചെയ്യുന്നത് പറയാണ്. ഓക്കെ, അപ്പോൾ അതാണ് അതെടുത്ത ഡിസിഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് ദ മെസ്സേജ് ഓർ ലെസൺ കൺവേഡ് ഇൻ ദിസ് പോയം? എന്ത് മെസ്സേജാണ് ഈ കവിത നമ്മളെ പഠിപ്പിക്കുന്നത്? 5ാമത്തെ ആൻസർ നോക്കൂ. ദ പോയം ടീച്ചേഴ്സ് us that even if we are weak, we should try our best and move forward with confidence. നമ്മൾ വീക്കാണെങ്കിലും കോൺഫിഡൻസോടുകൂടെ നമ്മൾ മുന്നോട്ട് പോകണം. അതായത് ഈ സീഡ്ലിംഗ് എന്ന് പറയുന്നത് ഇസ് എ മെറ്റഫർ ഫോർ വീക്ക്നെസ്, അല്ലേ, ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. മനുഷ്യന്മാരുടെ വീക്ക്നെസ്സിനെയാണ് കാണിക്കുന്നത്. മനുഷ്യന്മാരുടെ മാത്രമല്ല, ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളുടെയും വീക്ക്നെസ്സിനെ കാണിക്കുന്ന ഒരു മെറ്റഫറായിട്ടാണ് നമുക്കിവിടെ സീഡ്ലിങ്ങിനെ കാണാൻ പറ്റുന്നത്. സോ സീഡ്ലിംഗ് ഈസ് എ മെറ്റഫർ ഫോർ വീക്ക്നെസ്, മെറ്റഫർ ഫോർ ഹ്യൂമൻ വീക്ക്നെസ്. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് ലൈഫിൽ എന്ത് ചെയ്യും, പലപ്പോഴും ഡിപ്രഷൻ വരും, അല്ലേ? നമ്മൾ തന്നെ തളർന്നു പോവും. അപ്പോൾ അങ്ങനെ തളർന്നിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾക്ക് എന്താ പറയുക, ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. ആ സമയത്തൊന്നും നമ്മൾ തളർന്നിരിക്കാൻ പാടില്ല. വി ഷുഡ് മേക്ക് സ്ട്രോങ് ഡിസിഷൻസ് ആൻഡ് വി ഷുഡ് ഗോ ഫോർവേഡ്. നമ്മൾ നല്ല ഡിസിഷൻസ് എടുത്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഈ പോയം തരുന്ന മെസ്സേജ്. ഓക്കെ, ഇനി ഞാൻ നിങ്ങളോട് വേറൊരു ചോദ്യം കൂടെ ചോദിക്കുകയാണ്. ഞാൻ അതിൽ ഈ ക്വസ്റ്റ്യൻസിൽ കൊടുക്കാത്തൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്. നോക്കൂ, ഈ പോയത്തിൽ നിന്ന് റൈം സ്കീം കണ്ടെത്തുക. ഇത് സാധാരണഗതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുള്ളൊരു ചോദ്യമാണ്. പിക്ക് ഔട്ട് ദ റൈം സ്കീം ഫ്രം ദി ഫസ്റ്റ് സ്റ്റാൻസ, അല്ലെങ്കിൽ പിക്ക് ഔട്ട് ദ റൈം സ്കീം ഫ്രം ദി എബവ് ഗിവൺ സ്റ്റാൻസാസ്, അല്ലേ? മുകളിൽ തന്നിരിക്കുന്ന സ്റ്റാൻസാസിൽ നിന്ന് റൈം സ്കീം കണ്ടെത്താൻ ചോദ്യം വരും. അപ്പോൾ എങ്ങനെയാണ് റൈം സ്കീം കണ്ടെത്തുക? ഓക്കെ, ഞാനൊന്ന് കാണിച്ചു തരാം. നമ്മളുണ്ടല്ലോ, ഓരോ സ്റ്റാൻസയും ഒന്ന് വേർതിരിക്കാൻ കേട്ടോ. ഇവിടെ ഇതുവരെയാണ് ഫസ്റ്റ്
സോറി, പേന ഓൺ ചെയ്യട്ടെ. ഓക്കെ, നോക്കൂ, ഇതുവരെയാണ് ഫസ്റ്റ് സ്റ്റാൻസ. ഒന്നാമത്തെ സ്റ്റാൻസ മക്കളെ ഇതുവരെയാണ്. രണ്ടാമത്തെ സ്റ്റാൻസ എന്ന് പറയുന്നത് മക്കളെ ഏതുവരെ നിങ്ങൾക്കറിയോ? ദാ ഇതുവരെയാണ്. മൂന്നാമത്തെ സ്റ്റാൻസ ഇവിടം തൊട്ട് ഇതുവരെ. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റാൻസയിലും ഉള്ള റൈം സ്കീം ഒന്ന് കണ്ടെത്താൻ ശ്രമിക്കാം കേട്ടോ. ഓക്കെ, എങ്ങനെയാണ് റൈം സ്കീം കണ്ടെത്തുക? റൈം സ്കീം കണ്ടെത്തേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വരിയുടെ ലാസ്റ്റത്തെ വേർഡ് നോക്കുക. അപ്പോൾ സീഡ്ലിംഗ് എന്നുള്ള വേർഡ് എടുത്തു, അതിന് ഞാൻ എ എന്ന് കൊടുത്തു. എന്തുകൊണ്ടാണ് എ കൊടുത്തതെന്നറിയോ? ജസ്റ്റ് എ എന്ന് കൊടുത്തു. ഇനി ബെഡ് എടുക്കുക. ബെഡ് എടുക്കുമ്പോൾ സീഡ്ലിംഗ് ആയിട്ട് റൈം ചെയ്യുന്നുണ്ടോ നോക്കുക, അല്ലെങ്കിൽ സീഡ്ലിംഗുമായിട്ട് പിന്നെ സീഡ്ലിംഗ് പോലെ അത് പ്രനൗൺസ് ചെയ്ത് നോക്കുക, ഉച്ചരിച്ച് നോക്കുക. ഓക്കെ, സീഡ്ലിംഗ്, ബെഡ് രണ്ടും രണ്ടല്ലേ, രണ്ടും രണ്ട് രീതിയിലല്ലേ ഉച്ചരിക്കുന്നത്. അപ്പോൾ എ എന്ന് കൊടുക്കാൻ പറ്റില്ലല്ലോ, ഒരേപോലെ ഉച്ചരിക്കുന്നതാണെങ്കിലാണ് ഒരേ ലെറ്റർ കൊടുക്കാൻ പറ്റുക. അപ്പോൾ ഞാനിവിടെ ബി എന്ന് കൊടുത്തു. ടോക്കിംഗ്, സീഡ്ലിംഗ്, ടോക്കിംഗ് ഒരുപോലല്ലേ ഉച്ചാരണം, അതുകൊണ്ട് ഞാൻ അവിടെയും എ കൊടുത്തു. പിന്നെ നോക്കൂ, സെഡ് ബെഡ്, അത് ബെഡ് പോലെയല്ലേ, അപ്പം ഞാൻ ഇവിടെ ബി കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് സ്റ്റാൻസയുടെ റൈം സ്കീം എന്ന് പറയുന്നത് എ ബി ആട്ടോ. എ ബി ആണ് ഫസ്റ്റ് സ്റ്റാൻസയുടെ റൈം സ്കീം. അപ്പോൾ വേറെ ചോദ്യം വരും, പിക്ക് ഔട്ട് എ കപ്പിൾ ഓഫ് റൈമിംഗ് വേർഡ്സ് ഫ്രം ദി ഫസ്റ്റ് സ്റ്റാൻസ. ഒന്നാമത്തെ സ്റ്റാൻസയിൽ നിന്ന് ഒരു 2 റൈമിംഗ് വേർഡ്സ് എടുത്ത് എഴുതാൻ പറഞ്ഞാൽ നമ്മളെങ്ങനെ എഴുതാ? റൈമിംഗ് വേർഡ്സ് എഴുതുമ്പോൾ അങ്ങനെ എഴുതാ, സീഡ്ലിംഗ് ഹൈഫൺ ഇട്ടിട്ട് ടോക്കിംഗ്. ഓക്കെ, സീഡ്ലിംഗ് ഹൈഫൺ ഇട്ട് ടോക്കിംഗ് എഴുതാം. അതുപോലെ എന്താ പറയുക, ബെഡ് ഹൈഫൺ ഇട്ട് സെഡ് എഴുതാം. മനസ്സിലായോ നിങ്ങൾക്ക്? അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി രണ്ടാമത്തെ സ്റ്റാൻസ് നോക്കൂ. ഫസ്റ്റ് വൺ റോബസ്റ്റ് അല്ലേ, റോബസ്റ്റിന് ഞാൻ എ കൊടുത്തു. ക്യാൻ എന്നുള്ളതിന് ബി കൊടുത്തു. മൊമെന്റ് എന്നുള്ളതിന് ഏതാ കൊടുക്കുക? എയും ബിയും പോലെ അല്ലല്ലോ അല്ലേ. റോബസ്റ്റിന് എ കൊടുക്കാൻ കാരണം മനസ്സിലായില്ലേ? ഫസ്റ്റ് വണ്ണിന് നമ്മൾ എ ആണ് കൊടുക്കുക. ക്യാനിന് ബി കൊടുക്കാൻ കാരണം റോബസ്റ്റ് പോലെ അല്ലാത്തതുകൊണ്ടാണ്. ഇനി മൊമെന്റിന് നമ്മൾ എ ആണോ ബി ആണോ കൊടുക്കുക? റോബസ്റ്റ് പോലെയും ക്യാൻ പോലെയും അല്ല മൊമെന്റ്, അപ്പോൾ സി കൊടുക്കണം മക്കളെ. ഇനി ലാസ്റ്റ് വൺ നോക്കൂ, ബിഗാൻ എന്ന് പറയുന്നത് ക്യാൻ പോലെ അല്ലേ, അപ്പോൾ അതിന് എ കൊടുത്തു. അപ്പോൾ രണ്ടാമത്തെ സ്റ്റാൻസയുടെ റൈം സ്കീം എന്ന് പറയുന്നത് ABCB ആണ്. രണ്ടാമത്തെ സ്റ്റാൻസയിൽ റൈമിംഗ് വേർഡ്സ് ചോദിച്ചാൽ ഏതൊക്കെ എഴുതുക? അപ്പോൾ നമ്മൾ ഏതൊക്കെ എഴുതേണ്ടത്? ഏതെങ്കിലും 2 എടുത്ത് എഴുതുക. റോബസ്റ്റിന് ഇല്ല അല്ലേ. ക്യാൻ ആൻഡ് ബിഗാൻ ആകെ 2 റൈം ചെയ്യുന്നുള്ളൂ. ഒരേപോലെ വരുന്നല്ലേ റൈം ചെയ്യാന്ന് പറഞ്ഞാല്, ഈ ബി ഭാഗം മാത്രമേ റൈം ചെയ്യുന്നുള്ളൂ. സോ ദ റൈമിംഗ് വേർഡ്സ് ഓഫ് ദി സെക്കൻഡ് സ്റ്റാൻസ ആർ ക്യാൻ ആൻഡ് ബിഗാൻ. ഓക്കെ, ക്യാനും ബിഗാനുമാണ്. മൂന്നാമത്തെ സ്റ്റാൻസ് നോക്കൂ. ഇവിടെ എ കൊടുത്തു, ഇവിടെ ബി കൊടുത്തു. ലീഫ്ലെറ്റ്, ഡേ, സറൗണ്ടിങ് രണ്ടും പോലെയല്ല, അതുകൊണ്ട് സി കൊടുത്തു. വേ എന്ന് പറയുന്നത് ബി ആണ്. വേ എന്ന് പറയുന്നത് ഡേ പോലെയാണ്, അപ്പം എന്താണ്? ബി ആണ്. സോ റൈമിംഗ് scheme of the third stanza is again ABCB. അതുകൊണ്ട് റൈമിംഗ് വേർഡ്സ് ഏതൊക്കെയാണ്? ഡേ ആൻഡ് വേ. റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത് ഡേ ആൻഡ് വേ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ചോദ്യം വരാറുണ്ട്. നിർബന്ധമായിട്ടും പഠിക്കണം കേട്ടോ, റൈമിംഗ് സ്കീം കണ്ടെത്താനും. അതിൽ നിന്ന് റൈമിംഗ് വേർഡ്സ് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു പെയർ റൈമിംഗ് വേർഡ്സ് എങ്കിലും നിങ്ങൾ എഴുതുക. ഇനി വേറൊരു സംഭവം ഉണ്ട്, വേറെ ചോദ്യം കൂടെ ഞാൻ ഇതിൽ നിന്ന് പറഞ്ഞുതരാം. പിന്നെ ഇതിൽ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്ന ഫിഗർ ഓഫ് സ്പീച്ച് കാണിക്കുന്ന ഒരു വരി എടുത്ത് എഴുതുക, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റൻറ്റ് കാണിച്ചു തരിക എന്നൊക്കെ ചോദ്യം വരാറുണ്ട്. അപ്പം ഞാനതൊന്ന് നിങ്ങൾക്ക് അതും കൂടെ ഒന്ന് പരിചയപ്പെടുത്തരാം. എന്താണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ? അതായത് റിയൽ മനുഷ്യന്മാരല്ലാത്തവർ മനുഷ്യരെ പോലെ സംസാരിക്കുന്നതിനാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുക. അതായത് ഗിവിങ് ഹ്യൂമൻ ക്വാളിറ്റി ടു നോൺ ഹ്യൂമൻ ബീയിങ്സ്. ഇവിടെ പ്ലാന്റ് സംസാരിക്കുന്നുണ്ട്. പ്ലാന്റ് എന്ന് പറയുമ്പോൾ സീഡ്ലിംഗ് സംസാരിക്കുന്നുണ്ട് അല്ലേ. നോക്കൂ, ഇവിടെ നോക്കൂ. ടു ഇറ്റ് സെൽഫ് ഇറ്റ് ഫെൽ എ ടോക്കിംഗ് and this is what it said, I'm not so very robust but I'll do the best I can. അതായത് to itself it
ഫെൽ എ ടോക്കിംഗ് എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ ഈ പറയുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് എന്തിന് എക്സാമ്പിളായിട്ട് എടുത്ത് എഴുതാൻ പറ്റും? പേഴ്സോണിഫിക്കേഷൻ. അപ്പോൾ നിങ്ങളോട് പരീക്ഷയിൽ പേഴ്സോണിഫിക്കേഷൻ എടുത്ത് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ഈ വരിയെങ്കിലും എടുത്ത് എഴുതണം. ടു ഇറ്റ് സെൽഫ് ഇറ്റ് ഫെൽ എ ടോക്കിംഗ്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. അതായത് നമ്മളിതിൻ്റെ അപ്രിസിയേഷൻ പെട്ടെന്നൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പോയത്തിൽ നിന്ന് നമുക്ക് 2 ചോദ്യങ്ങളാണ് എപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുക. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? ആ പോയത്തിൽ നിന്ന് കുറച്ച് ലൈൻസ് തന്നിട്ട് അതിൻ്റെ ആൻസർ ചെയ്യുക. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്രിസിയേഷനാണ്. ഓക്കെ, അപ്പോൾ അപ്രിസിയേഷൻ എഴുതാൻ ചോദിക്കുമ്പോൾ എപ്പോഴും ചോദ്യം ഇങ്ങനെയായിരിക്കും വരിക: റൈറ്റ് ദി അപ്രിസിയേഷൻ ഓഫ് അപ്രിസിയേഷൻ ഓഫ് ദ പോയം എന്ന് പറഞ്ഞിട്ട് പോയത്തിൻ്റെ പേരുണ്ടാവും. ബൈ ഫോക്കസിങ് ഓൺ ഇറ്റ്സ് എന്താ പറയുക സ്ട്രക്ചർ, ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്, ലാംഗ്വേജ് എക്സെട്ര എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചോദ്യം ഉണ്ടാവുക. അപ്പോൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ പോയിന്റ്സ് ആയിട്ടാണ് ഇതിൽ അപ്രിസിയേഷൻ കൊടുത്തുള്ളത്, ഒരു പാരഗ്രാഫ് ആയിട്ടൊന്നുമല്ല. ഈ പോയിന്റ്സ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ ഇതിനൊരു പാരഗ്രാഫായിട്ട് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. പോൾ ലോറൻസ് ഡൺബാർസ് പോയം, ഞാൻ പേനയൊന്ന് ഓണാക്കട്ടെ മക്കളെ, എന്നാൽ ഇടയിൽ പോയിന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ എഴുതി കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാം. പോൾ ലോറൻസ് ഡൺബാർസ് പോയം ദ സീഡ്ലിംഗ്. നിങ്ങൾ അപ്രീസിയേഷൻ എഴുതുമ്പോൾ വർക്കിൻ്റെ പേരെ കൊടുക്കുമ്പോൾ ഒരു ഡബിൾ ഇൻവേർട്ടഡ് കോമയിലിട്ട് കൊടുക്കണം കേട്ടോ. പോൾ ലോറൻസ് ഡൺബാർസ് പോയം ദ സീഡ്ലിംഗ് ഈസ് എ സിമ്പിൾ ആൻഡ് മീനിങ്ഫുൾ പോയം ദാറ്റ് ടെൽസ് ദ സ്റ്റോറി ഓഫ് എ സ്മോൾ സീഡ് ഗ്രോയിങ് ഇൻ ടു എ ബ്യൂട്ടിഫുൾ ഫ്ലവർ. അതായത് ഈ സീഡ്ലിംഗ് എന്ന് പറഞ്ഞ പോയം പറയുന്നത് ഇതൊരു മീനിങ്ഫുൾ പോയമാണ്. ഒരു ചെറിയ സീഡ് വളർന്ന് വലുതായി ഒരു പൂവായിട്ട് മാറുന്നതിനെക്കുറിച്ച്, അല്ലെങ്കിൽ ഒരു വലിയ ചെടിയായിട്ട് മാറുന്നതിനെ കുറിച്ചിട്ടാണ് ഈ കവിത പറയുന്നത്. ത്രൂ ദിസ് സ്റ്റോറി ദ പോയറ്റ് ടീച്ചേഴ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് ലെസൺ അബൌട്ട് ഹാർഡ് വർക്ക്. ഈ കവിതയിലൂടെ പോയിറ്റ് നമ്മളെ പഠിപ്പിക്കുന്നത് ഹാർഡ് വർക്കിൻ്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ടാണ് അല്ലേ? ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ, ഈ സീഡ്ലിംഗ് എന്ന് പറയുന്നത് വീക്കായിട്ടുള്ള ആളുകളെ കാണിക്കുന്ന മെറ്റഫറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വീക്കായിട്ടുള്ള ആളുകൾ എങ്ങനെ സ്ട്രോങ് ആവണം എന്നാണ് കവിതയിലൂടെ കവി പറയാൻ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, ദ പോയം ഓൾസോ ടീച്ചസ് ആസ് അബൌട്ട് പേഷ്യൻസ് ആൻഡ് സെൽഫ് കോൺഫിഡൻസ് ഇൻ ലൈഫ്. ജീവിതത്തിൽ ക്ഷമ ഉണ്ടാവുന്നതിനെ കുറിച്ചിട്ടും ക്ഷമ ഉണ്ടാവേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടും അതുപോലെ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവേണ്ടതിനെ കുറിച്ചിട്ടാണ് കവിത പറയുന്നത്. ദ പോയം ബിഗിൻസ് വിത്ത് എ ക്വൈറ്റ് ലിറ്റിൽ സീഡ്ലിംഗ് ലൈങ് ഡീപ്പ് ഇൻ ദ ഡാർക്ക് സോയിൽ while resting in its underground. The seedling talks to itself. കവിത തുടങ്ങുന്ന സമയത്ത് we can see a little seedling lying deep in the dark soil. ഒരു ചെറിയ സീഡ്ലിങ് സോയിലിൽ, മണ്ണിൽ ഇങ്ങനെ എന്താ പറയുക, അതായത് നേരത്തെ നിങ്ങൾ കണ്ടില്ലേ ഈ മണ്ണിൻ്റെ അടിയിൽ ഇരുണ്ട ഭാഗത്ത് ഒളിഞ്ഞു കിടക്കുന്ന ഒരു സീഡ്ലിങ്ങിനെ കാണാൻ പറ്റും. while resting in its underground bed the seedling talks to itself. ആ അണ്ടർഗ്രൗണ്ടിൽ കിടന്നിട്ട് സീഡ്ലിംഗ് അതിനോട് തന്നെ സംസാരിക്കുകയാണ്. It honestly admits that it's not so strong. അത് ഹോണസ്റ്റ്ലി അതിനോട് തന്നെ പറയാണ് ഞാൻ അത്ര സ്ട്രോങ് ഒന്നുമല്ല എന്നുള്ളത്. ബട്ട് ഇറ്റ് പ്രോമിസസ് ടു ഡു ഇറ്റ്സ് ബെസ്റ്റ്. പക്ഷെ അതിനോട് തന്നെ പറയാണ് ഞാൻ ഐ വിൽ ഡു മൈ ബെസ്റ്റ് എന്ന് പറയാണ്. ഫ്രം ദാറ്റ് മൊമെന്റ് ദ സീഡ്ലിംഗ് സ്റ്റാർട്ട്സ് ഇറ്റ്സ് ജേർണി. അവിടെ തൊട്ട് ആ സീഡ്ലിങ്ങിൻ്റെ ജേർണി തുടങ്ങുന്നു. ദിസ് ഷോസ് ദ സക്സസ് ബിഗിൻസ് വിത്ത് സെൽഫ് ബിലീഫ് ആൻഡ് ഡിറ്റർമിനേഷൻ. ഇത് നമുക്ക് മനസ്സിലാവുന്നത് നമ്മളൊക്കെ ജീവിതത്തിലെ സക്സസ് തുടങ്ങുന്നത് സ്വന്തം വിശ്വാസം ഉണ്ടാകുമ്പോഴും നമുക്ക് ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടാകുമ്പോഴും ആണ് എന്നാണ്. ഓക്കെ, നമുക്ക് അടുത്ത ഭാഗത്തോട്ട് മൂവ് ചെയ്യാം. Next, the seedling. Next, the seedling pushes out a small leaf towards the light of day. അങ്ങനെ മണ്ണിൽ നിന്ന് എന്താ പറയുക, ഈ സീഡ്ലിംഗ് എന്ത് ചെയ്യാണ്, ചെറിയൊരു തളിര്, ഒരു ലീഫ്ലെറ്റ് എന്ത് ചെയ്യാണ് പുറത്തോട്ട് വിടുകയാണ്. എന്ന് പറഞ്ഞാൽ പുറത്തോട്ട് തളിര് പൊട്ടി വരികയാണ്, മുളച്ച് വരികയാണെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം കേട്ടോ. ലൈറ്റ് ഓഫ് ദ ഡേ എന്ന് പറഞ്ഞാൽ സണ്ണാണ് മക്കളെ. ലൈറ്റ് ഓഫ് ദ ഡേ എന്ന് പറഞ്ഞാൽ പ്രകാശം അല്ലേ, അതായത് സൂര്യപ്രകാശം എന്ന് പറഞ്ഞാൽ ക്യാൻ ബി സൺ ആവാം. അപ്പോൾ സൂര്യനെ കാണുന്ന രൂപത്തിലേക്ക് ഇല മുളച്ച് വരുന്നു. ദ ലീഫ് കംസ് ഔട്ട് ടു ലുക്ക് അറ്റ് ദ വേൾഡ് അറൗണ്ട് ഇറ്റ് ആൻഡ് ലീഡ്സ് ദ വേ ഫോർ ദ റെസ്റ്റ് ഓഫ് ദ പ്ലാന്റ്. എന്ത് ചെയ്യുന്നു, ഈ ലീഫ്
ലോകത്തേക്ക് വരികയാണ്, അതായത് ഭൂമിയുടെ അടിയിൽ നിന്ന് പുറം ലോകത്തേക്ക് വരുന്നു. മാത്രമല്ല ഇറ്റ് ലീഡ്സ് ദ വേ ഫോർ ദ റെസ്റ്റ് ഓഫ് ദ പ്ലാന്റ്. ഈ പ്ലാന്റിൻ്റെ ബാക്കി ഭാഗങ്ങൾ വളരാൻ വേണ്ടിയിട്ടുള്ള വഴി കാണിച്ചു കൊടുക്കുകയാണ്. അത് അവർക്ക് ഉള്ള വഴി, അതായത് ഈ ചെടി വലുതാവുന്നു, അല്ലെ സ്റ്റെമ്മ് വലുതാവുന്നു, അതുമ്പോൾ ഇലകൾ ഉണ്ടാവുന്നു, കായ്കൾ ഉണ്ടാവുന്നു, ഫ്ലവേഴ്സ് ഉണ്ടാവുന്നു. അപ്പോൾ ഇതിനൊക്കെ വഴി കാണിച്ചു കൊടുക്കുന്നത് ഈ ചെറിയ ലീഫ്ലെറ്റ് ആണ്, അല്ലെങ്കിൽ ഈ ചെറിയ പ്ലാന്റ് ആണ് എന്നുള്ളതാണ്. സൂൺ ദ സ്റ്റെം ആൻഡ് അതർ ലീവ്സ് ഫോളോ, ഷോയിങ് ഹൗ ഗ്രോത്ത് ഹാപ്പൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സ്റ്റെമ്മ് വലുതാവുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലീഫ് ഉണ്ടാവുന്നു, കായ്കൾ ഉണ്ടാവുന്നു, പൂക്കൾ ഉണ്ടാവുന്നു, എവറിത്തിങ് ഹാപ്പൻസ്. ഓക്കെ, ദോ ദ ഗ്രോത്ത് ഈസ് ഫാസ്റ്റ് ആൻഡ് ടയറിങ്, ദ സീഡ്ലിംഗ് സ്ട്രഗിൾസ് ഹാർഡ്. ഗ്രോത്ത് എന്ന് പറയുന്നത് ഭയങ്കര ഫാസ്റ്റാണ്, മാത്രമല്ല ഭയങ്കര വിഷമമുള്ള സാധനമാണ് അല്ലേ ഗ്രോത്ത് എന്ന് പറയുന്നത്. എന്നാലും സീഡ്ലിങ് ആ സ്ട്രഗിളിനൊക്കെ അതിജീവിക്കുകയാണ്. ബിഫോർ ഇറ്റ് റിയലൈസസ് ഇറ്റ് ദ സീഡ് ഹാസ് ഓൾറെഡി ബിക്കം എ പ്ലാന്റ്. അങ്ങനെ ലാസ്റ്റ് എന്ത് ചെയ്യുന്നു, ആ സീഡ് വിത്തായിരുന്ന സാധനം ഉണ്ടല്ലോ, അതൊരു വലിയ മരമായിട്ട്, ഒരു ചെടിയായിട്ട് മാറുന്നു. ആസ് ടൈം പാസസ് ദ സൺഷൈൻ ഫാൾസ് ഓൺ ദ പ്ലാന്റ് ആൻഡ് ദ ക്ലൗഡ്സ് ഗീവ് റെയിൻ. അങ്ങനെ എന്ത് ചെയ്യുന്നു, കാലങ്ങൾ കഴിയും തോറും എന്ത് ചെയ്യുന്നു, സൂര്യപ്രകാശമേറ്റിട്ടും അതുപോലെ തന്നെ മഴ നനഞ്ഞിട്ടുമൊക്കെ എന്ത് ചെയ്യുന്നു, ഈ പ്ലാന്റ് വലുതാവുന്നു അല്ലേ. വിത്ത് ദ ഹെൽപ്പ് ഓഫ് നേച്ചർ, വിത്ത് ദിസ് ഹെൽപ്പ് ഫ്രം ദ നേച്ചർ ദ പ്ലാന്റ് കണ്ടിന്യൂസ് ടു ഗ്രോ സ്റ്റഡിലി. അങ്ങനെ മഴയും വെയിലൊക്കെ കൊണ്ട് ഈ ചെടി വളരുന്നു അല്ലേ. ഫൈനലി ഇറ്റ് ബിക്കംസ് എ ഫ്ലവർ. അങ്ങനെ ആ ചെടിയിലൊരു പൂവുണ്ടാവുന്നു, അല്ലെങ്കിൽ ഒരു പൂവ് അല്ലേ, ചെടിയിലൊരു പൂവ് മുളയ്ക്കുന്നു. വിച്ച് ഈസ് ദ ഹയസ്റ്റ് സ്റ്റേജ് ഓഫ് ഇറ്റ്സ് ഗ്രോത്ത് അല്ലേ. പൂവ് എന്ന് പറയുന്നത് അതിൻ്റെ ഗ്രോത്തിൻ്റെ പരിപൂർണതയാണ് കാണിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു ചെടി എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ എന്തിനാ ചെടി മുറ്റത്ത് നടണത്, അതുമ്പോൾ പൂവുണ്ടാവാനല്ലേ. നമുക്കത് കാണുമ്പോൾ കണ്ണിനൊരു കുളിർമ ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മളൊരു ചെടിയിലല്ല, നമ്മൾ ആ പൂവിലാണ് നമ്മളെ പ്രതീക്ഷ. അപ്പോൾ അത് ആ പ്രതീക്ഷയിലെത്തുന്നു എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം കേട്ടോ. Okay, this part of the poem shows that the effort along with support brings success. അപ്പോൾ പൂവുണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഫ്ലവർ ഈസ് എ മെറ്റഫർ. ഓക്കെ, മെറ്റഫർ എന്ന് പറഞ്ഞാൽ എന്താണ്, കമ്പാരിസൺ ആണ്. ഒരു കാര്യത്തിന് വേറൊരു കാര്യത്തിനോട് കമ്പയർ ചെയ്യാണ് അല്ലേ. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു സീഡ്ലിംഗ് ഈസ് എ മെറ്റഫർ ഫോർ വീക്ക്നെസ് ആൻഡ് എന്താ പറയുക, അതൊരു വീക്ക്നെസ്സിനെ കാണിക്കുന്ന മെറ്റഫറാണ്. ലൈഫിൽ നമ്മൾ വീക്കായിട്ട് ഇരിക്കരുത്, സീഡ്ലിങ്ങിനെ പോലെ പരിശ്രമിക്കണം എന്ന് കാണിക്കുന്ന, ഹാർഡ് വർക്കിൻ്റെ ഇമ്പോർട്ടൻസ് കാണിക്കുന്ന ഒരു മെറ്റഫറാണ്. അതേപോലെ ഈ സീഡ്ലിംഗ് വലുതായി പ്ലാന്റായി അതിലുണ്ടാവുന്ന പൂവ് കാണിക്കുന്നത് ഇറ്റ് ഈസ് എ മെറ്റഫർ ഫോർ ദ റിസൾട്ട് ഓഫ് ദ ഹാർഡ് വർക്ക്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ റിസൾട്ട് കാണിക്കുന്ന മെറ്റഫർ. അതായത് ഫ്ലവർ ഇസ് എ മെറ്റഫർ ഫോർ സക്സസിനെയാണ് ഫ്ലവർ കാണിക്കുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് പേജ്. ഓക്കെ, in the final part of the poem, the poet directly speaks to children. അല്ലേ, കുട്ടികളോട് സംസാരിക്കുന്നുണ്ട് അല്ലേ. ഫോക്സിനോട് സംസാരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ലാസ്റ്റ് ഭാഗത്തേക്ക് പോയാൽ നമുക്ക് കാണാൻ പറ്റും. ഈ ആസ്ക്ഡ് them to be like the seedling. He asked them to be like the seedling and always try their best. നിങ്ങളൊക്കെ സീഡ്ലിങ്ങിനെ ഡിയർ ഫോക്സ് എന്ന് പറഞ്ഞിട്ട് പോയിട്ട് പറയുന്നുണ്ട്, ബി ലൈക്ക് എ സീഡ്ലിംഗ്, ഒരു സീഡ്ലിങ്ങിനെ പോലെ ആവണം. ഈ റിമൈൻഡ്സ് ദം ദാറ്റ് എവ്രി വൺ മസ്റ്റ് വർക്ക് ഹാർഡ് ഇൻ ലൈഫ്. ഇതിൻ്റെ അർത്ഥം എന്താ, എല്ലാ ചെറിയ കുട്ടികളും കുട്ടികളായിട്ട് നിൽക്കാതെ ഹാർഡ് വർക്ക് ചെയ്ത് ഉയർന്ന നിലയിലെത്തി ഈ പ്ലാന്റിൽ പൂവുണ്ടായതുപോലെ അവരുടെ ലൈഫിലും സക്സസ് ഉണ്ടാവണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ലൈക്ക് അഡൾട്ട്സ് ടു, അതായത് മുതിർന്നവരെ പോലെ നിങ്ങളും. അപ്പോൾ മുതിർന്ന ഒരു ചെടി, അല്ലെങ്കിൽ മുതിർന്ന ചെടി എന്നല്ല, ഒരു എന്താ പറയുക, വളർന്ന് വലുതായി പൂവുണ്ടായ ഒരു ചെടി എന്ത് ചെയ്യുന്നു, അതിൻ്റെ ചെറിയ പ്ലാന്റ്സിന് മോട്ടിവേഷൻ കൊടുക്കുന്ന പോലെ അല്ലേ. ആ പ്ലാന്റ്സ് ചെറിയ സീഡ്ലിങ്സിന് മോട്ടിവേഷൻ കൊടുക്കുന്ന പോലെ, ഈ സീഡ്ലിങ്സ് ഈ പ്ലാന്റ്സിനെ കണ്ട് വളരുന്നത് പോലെ നമ്മൾക്ക് ഈ സീഡ്ലിങ്ങിനെ കണ്ട് വളരണം. നമ്മൾ അഡൾട്ട്സിനെ പോലെ വളരണമെങ്കിൽ സീഡ്ലിങ്ങിൻ്റെ ഒരു മനോഭാവം നമുക്ക് ലൈഫിൽ ഉണ്ടാവണം എന്നാണ് പറഞ്ഞത് കേട്ടോ. ദ പോയറ്റ് അഷ്യൂർസ് ദാറ്റ് ഹെൽപ്പ് വിൽ കം ഡ്യൂറിങ് ഡിഫിക്കൽട്ട് ടൈംസ് ആൻഡ് that continuous effort will finally lead to light, beauty and moral goodness, which he calls virtue's unfading flowers. നോക്കൂ,
നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളെ സഹായിക്കാൻ ഒരുപാട് പേരുണ്ടാവും. ഇവിടെ സീഡ്ലിങ് വർക്ക് ചെയ്യാൻ റെഡിയാണ്. അതുകൊണ്ട് സൂര്യനുണ്ട്, അതുകൊണ്ട് മഴയുണ്ട്, അല്ലേ? പ്രപഞ്ചം മൊത്തം ഈ സീഡ്ലിങ്ങിനെ ഹെൽപ്പ് ചെയ്യാണ്ട്. അതുപോലെ ഇഫ് യു ആർ റെഡി ടു വർക്ക്, ദ എൻറ്റയർ വേൾഡ് വിൽ റെഡി ടു ഹെൽപ്പ് യു. ലോകം മൊത്തം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ റെഡി ആയിരിക്കും. അങ്ങനെ ലാസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സക്സസ്സിലേക്ക്, ഫ്ലവറിലേക്ക് എത്താൻ പറ്റും. അതോടുകൂടിയാണ് പോയം അവസാനിക്കുന്നത്. ഇനി നമുക്ക് ലെറ്റ്സ് ഹാവ് എ വെരി ക്വിക്ക് ഡിസ്കഷൻ ഓൺ മെറ്റഫർ, ഐ മീൻ ദി പോയറ്റിക് ഡിവൈസസ് ഓർ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്. എന്താണ് പോയറ്റിക് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ മക്കളെ? ഒരു കവിതയിൽ ഉപയോഗിക്കുന്ന രണ്ട് രീതിയിൽ ചോദ്യം വരും കേട്ടോ. പോയറ്റിക് ഡിവൈസസ് എന്നും ചിലപ്പോൾ ചോദ്യത്തിൽ വരാറുണ്ട്, അല്ലെങ്കിൽ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് എന്നും ചോദ്യത്തിൽ വരാറുണ്ട്. അപ്പോൾ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ അതിലുപയോഗിക്കുന്ന ഓരോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മെറ്റഫർ, അലിട്രേഷൻ, സിമിലി എന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലുള്ള സംഭവങ്ങൾ. ആദ്യം നമ്മളൊരു മെറ്റഫർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ സീഡ്ലിംഗ് ഒരു മെറ്റഫറാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സീഡ്ലിംഗ് ഹ്യൂമൻ ലൈഫിനെ കാണിക്കുന്ന മെറ്റഫറാണ്. പ്രത്യേകിച്ച് കുട്ടികളെയാണ് സീഡ്ലിംഗ് കാണിക്കുന്നത്. കുട്ടികളുടെ ഗ്രോത്ത് ആണ് ശരിക്കും സീഡ്ലിങ്ങിൻ്റെ ഗ്രോത്ത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അതുപോലെ സൺഷൈൻ ആൻഡ് ഷവേഴ്സ് എന്ന് പറഞ്ഞ ഭാഗമല്ലേ, അത് കാണിക്കുന്ന എന്താണെന്നറിയോ? അത് നമുക്ക് ലൈഫിൽ നമ്മളെ അമ്മമാർ, അച്ഛന്മാർ, ഉമ്മമാർ, ഉപ്പമാരൊക്കെ നമ്മളെ വളർത്തുന്ന, അല്ലേ, അവരുടെ ഹെൽപ്പ്, ടീച്ചേഴ്സ് എല്ലാവരും അവരുടെയൊക്കെ ഹെൽപ്പ്, ഗൈഡൻസ്, അവരുടെയൊക്കെ എക്സ്പീരിയൻസ് നമ്മളെ ലൈഫിനെ എങ്ങനെ ഷേപ്പ് ചെയ്യുന്നു, ഏതുപോലെ ലൈക്ക് ദി യങ് പ്ലാന്റ്, ഈ യങ് പ്ലാന്റിനെ പോലെ നമ്മളെ ഷേപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സീഡ്ലിംഗ് എന്ന് പറയുന്നത് ഒരു മെറ്റഫറാണ്. ഇനി സിമിലി എന്താണെന്ന് നോക്കിയാൽ നമുക്ക്. എന്താ സിമിലി എന്ന് പറഞ്ഞാൽ? സിമിലി ഈസ് എ കമ്പാരിസൺ ബൈ യൂസിങ് ലൈക്ക് ഓർ ആസ്. ലൈക്കും ആസും വെച്ചിട്ടുള്ള കമ്പാരിസനെയാണ് സിമിലി എന്ന് പറയുക. അപ്പോൾ ഈ ലിറ്റിൽ ഫോക്സ് ബി ലൈക്ക് ദ സീഡ്ലിംഗ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. പോയത്തിൻ്റെ അവസാന ഭാഗത്തിൽ കാണാൻ പറ്റും. ലിറ്റിൽ ഫോക്സ് എന്ന് പറഞ്ഞാൽ ചെറിയ മക്കളെ വിളിക്കുകയാണ്, അല്ലേ? ചെറിയ മക്കളെ, നിങ്ങളും ആരെ പോലെ ആവണം? സീഡ്ലിങ്ങിനെ പോലെ ആവണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബി ലൈക്ക് എന്ന് പറയുന്നൊരു ഭാഗം കണ്ടോ? ലൈക്കോ ആസോ വെച്ചിട്ടുള്ള കമ്പാരിസനെയാണ് നമ്മൾ സിമിലി എന്ന് പറയുക. അപ്പോൾ ബി ലൈക്ക് ദ സീഡ്ലിംഗ് എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിളാണ്? സിമിലിക്ക് എക്സാമ്പിളാണ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത പോയറ്റിക് ഡിവൈസിലേക്ക് പോകാം. അടുത്ത പോയറ്റിക് ഡിവൈസ് ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്, പേഴ്സോണിഫിക്കേഷൻ ആണ്. എന്താണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞെന്നില്ലേ? ഹ്യൂമൻ ക്വാളിറ്റീസ് നോൺ ഹ്യൂമൻ ബീയിങ്സിന് കൊടുക്കുന്നതാണ്, അല്ലേ? അപ്പോൾ ഇവിടെ ആർക്കാണ് ഹ്യൂമൻ ക്വാളിറ്റി കൊടുത്തത്? സീഡ്ലിങ്ങിനാണ് ഹ്യൂമൻ ക്വാളിറ്റി കൊടുത്തത്. എന്ത് ക്വാളിറ്റിയാണ് കൊടുത്തത്? സംസാരം, അല്ലേ? സീഡ്ലിങ് മനുഷ്യനെ പോലെ സംസാരിക്കുകയാണ്. ഇറ്റ് ടോക്സ് എന്ന് പറഞ്ഞില്ലേ? ഇറ്റ് ടോക്സ്, സംസാരിച്ചു. ആര് സംസാരിച്ചു? ഇറ്റ് എന്ന് പറഞ്ഞാൽ സീഡ്ലിംഗ് ആണ്. ഇറ്റ് എന്ന് പറഞ്ഞാൽ സീഡ്ലിങ്. ഇവിടെ മനുഷ്യൻ സംസാരിച്ചു, അവൻ സംസാരിച്ചു, അവൾ സംസാരിച്ചു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇവിടെ സംസാരിക്കുന്നത് ആരാണ്? സീഡ്ലിംഗ് ആണ്. അതുകൊണ്ട് ഇറ്റ് ടോക്സ്, തിങ്സ്, ഇറ്റ് സ്ട്രഗിൾസ്, ഒരുപാട് സ്ഥലങ്ങളിൽ കാണാൻ പറ്റും. ഇറ്റ് ടോക്സ് എന്ന് പറയുന്നുണ്ട്, ഇറ്റ് തിങ്സ് എന്ന് പറയുന്നുണ്ട്, ഇറ്റ് സ്ട്രഗിൾസ് എന്നൊക്കെ പറയുന്നുണ്ട്, ഇറ്റ് ഫീൽസ് ആൻഡ് ടയേർഡ്സ്. ഇതൊക്കെ മനുഷ്യന്മാർക്ക് മാത്രമുള്ള ക്വാളിറ്റിയാണ്. അപ്പോൾ ഇതൊക്കെ സീഡ്ലിങ്ങിന് കൊടുക്കുന്നതുകൊണ്ട് സീഡ്ലിങ്ങിനെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? പോയറ്റ് പേഴ്സോണിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി വേറെ സംഭവമാണ് അല്ലിട്രേഷൻ എന്ന് പറഞ്ഞാൽ. അല്ലിട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വരിയിൽ തന്നെ കോൺസോണൻറ്റ് സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനാണ് അല്ലിട്രേഷൻ എന്ന് പറയുക. റിപ്പീറ്റേഷൻ ഓഫ് ദി കോൺസണൻറ്റ് സൗണ്ട് ഇൻ ദി സെയിം ലൈൻ. എന്താണ് ഈ കോൺസണൻറ്റ് സൗണ്ട് എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ വവൽ സൗണ്ട് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാം, അല്ലേ? എ, ഇ, ഐ, ഒ, യു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വവൽസ് എന്ന് പറയുന്നത്, അല്ലേ? വവൽ സൗണ്ടുകൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ ഈ സൗണ്ട് അല്ലാത്ത എ, ഇ, ഐ, ഒ, യു സൗണ്ട് അല്ലാത്ത സൗണ്ടുകളെയാണ് നമ്മൾ കോൺസണൻറ്റ് സൗണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ നിങ്ങൾ, ലിറ്റിൽ ലീഫ്ലെറ്റ് എന്ന് പറയുമ്പോൾ അവിടെ റിപ്പീറ്റ് ചെയ്യുന്നത് ലിറ്റിൽ ല് സൗണ്ട് ഉണ്ട്, ലീഫ്ലെറ്റിലും ല് സൗണ്ട് ഉണ്ട്. അപ്പോൾ അവിടെ റിപ്പീറ്റ് ചെയ്യുന്നത് ഏത് സൗണ്ടാണ്? ല് എന്ന് പറയുന്ന സൗണ്ടാണ്. അങ്ങനെ ല് എന്ന് പറയുന്ന സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ട്, അതായത് ല് എന്ന് പറയുന്നത് ലാ, മലയാളത്തിൽ ലാ എന്ന് പറയില്ലേ?
അല്ലേ? ആ സൗണ്ട് വരുന്നതുകൊണ്ട് ഇത് ഒരു അല്ലിട്രേഷനാണ്. വേറെ ഒന്ന് നോക്കൂ, സൺ ആൻഡ് ഷവേഴ്സ്. ഇവിടെ എന്താ പറയുക, സൺ ആൻഡ് ഷവേഴ്സിൽ സ് എന്ന് പറയുന്ന സൗണ്ടാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. മലയാളത്തിൽ നമ്മൾ സാ എന്ന് പറയില്ല മക്കളെ, ആ സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് അതും വേറൊരു അലിട്രേഷൻ എക്സാമ്പിളാണ്. ഇവിടെ വീണ്ടും മൂന്നാമത്തെ അലിട്രേഷൻ ഉണ്ട്, ഫെയർ ആൻഡ് ഫ്ലവേഴ്സ്. ഫ് സൗണ്ടാണ് റിപ്പീറ്റ് ചെയ്യുന്നത്, ഫ അല്ലേ, ഫ സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതും മക്കളെ എന്താണ്, അലിട്രേഷനാണ്. മനസ്സിലായോ പറഞ്ഞത്? അപ്പോൾ ഈ എന്താ പറയുക 3 എക്സാമ്പിൾസാണ് നമുക്ക് ഇപ്പോൾ തൽക്കാലം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ബാക്കി നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട് കൂടുതൽ എക്സാമ്പിൾസ് ഉണ്ടെങ്കിൽ കണ്ടെത്താൻ ശ്രമിക്കണം. അപ്പോൾ ഒന്നാമത്തെ ലിറ്റിൽ ആൻഡ് ലീഫ്ലെറ്റ്, രണ്ടാമത്തെ സൺ ആൻഡ് ഷവേഴ്സ്, മൂന്നാമത്തത് ഫെയർ ആൻഡ് ഫ്ലവേഴ്സ്. ഓക്കെ, ഇനി അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ പോയത്തിൽ നിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമ്മൾ വളരെ പെട്ടെന്ന് വേറൊരു ചാപ്റ്ററിലേക്ക് പെട്ടെന്ന് മൂവ് ചെയ്യാണ്. നമ്മൾ ഇതേ യൂണിറ്റിലുള്ള വേറൊരു ചാപ്റ്ററാണ്, എന്താ പറയുക, ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ എന്ന് പറയുന്ന ശ്രീകാന്ത് ബൊല്ലയുടെ ഒരു ചാപ്റ്റർ അല്ലേ. ശ്രീകാന്ത് ബൊല്ല ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു ഓൺട്രപ്രണറാണ്, ഒരു യങ് ഓൺട്രപ്രണറാണ്. ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ എന്താ? ഓൺട്രപ്രണർഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ അറിയോ? ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ സംരംഭകൻ, ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ സംരംഭം, ഒരു ബിസിനസ് അല്ലേ. അപ്പോൾ ശ്രീകാന്ത് ബൊല്ല അദ്ദേഹം വളരെ ട്രഡീഷണലായ ആന്ധ്രാപ്രദേശിലെ ഒരു ഫാമിലിയിൽ ജനിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയൊക്കെ കൃഷിക്കാരാണ്. സോ ഹിസ് ഫാദർ തോട്ട് ദാറ്റ് മൈ സൺ ഓൾസോ വുഡ് ബി എ ഫാമർ ലൈക്ക് മീ, എൻ്റെ മകനും എന്നെ പോലെ ഒരു കൃഷിക്കാരനാവെന്ന് വിചാരിക്കുന്നു. ബട്ട് ശ്രീകാന്ത് ബൊല്ലയ്ക്ക് കണ്ണ് കാണൂല അല്ലേ, അതുകൊണ്ട് തന്നെ മാത്രമല്ല ഹിസ് ലെഗ്സ് വേർ ക്വൈറ്റ് ഷോർട്ടർ ദാൻ അതേഴ്സ്. മറ്റുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് കാലുകളുടെ വലിപ്പം കുറവായിരുന്നു. സോ ഹി കുഡ് നോട്ട് ഏബിൾ ടു ഹെൽപ്പ് ഹിസ് ഫാദർ ഇൻ ദ ഫാമിങ്. അച്ഛനെ ഫാമിങ്ങിൽ സഹായിക്കാൻ പറ്റുന്നില്ല. സോ ഹിസ് ഫാദർ ഡിസൈഡഡ് ടു സെൻഡ് ഹിം ടു ദ സ്കൂൾ. നോക്കണം, ആ ഒരു ഫാമിലിയിൽ നിന്ന് ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോകുന്ന ആളാണ് ശ്രീകാന്ത് ബൊല്ല എന്ന് പറയുന്നത്. അങ്ങനെ ശ്രീകാന്ത് ബൊല്ല സ്കൂളിൽ പോകുന്നു. ഈ സ്റ്റാർട്ടഡ് സ്റ്റഡിങ് ഇൻ എ വെരി നോർമൽ സ്കൂൾ. ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളല്ല, നോർമൽ സ്കൂളിൽ പഠിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, പിന്നെ കുട്ടികൾക്ക് ഇവനെ പറ്റുന്നില്ല അല്ലേ. ബോത്ത് ദ സ്റ്റുഡൻസ് ആൻഡ് ദ ടീച്ചേഴ്സ് discriminated Srikanth Bolla in so many ways. ഇവരെന്ത് ചെയ്യുന്നില്ല, they did not let him participate in the classroom activities. ഇവനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല. So he forced to sit in the last bench of the classroom. ക്ലാസ്റൂമിലെ ലാസ്റ്റ് ബെഞ്ചിൽ ഇരിക്കേണ്ടി വരികയാണ്. അത് വീട്ടിൽ പോയിട്ട് പറയുന്നു, വീട്ടുകാർക്ക് ഭയങ്കര സങ്കടമാവുന്നു. സോ ദേ ഡിസൈഡഡ് ടു സെൻഡ് ഹിം ടു എ സ്പെഷ്യൽ സ്കൂൾ ഇൻ ഹൈദരാബാദ്. അങ്ങനെ ഹൈദരാബാദിൽ ഒരു സ്പെഷ്യൽ സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കുന്നു. അവിടെ എത്തിയപ്പോൾ എല്ലാവരും ബ്ലൈൻഡ് ആയിട്ടുള്ള മക്കളാണ്, അല്ലെങ്കിൽ എല്ലാവരും എന്തെങ്കിലും ഡിസേബിലിറ്റി ഉള്ള മക്കളാണ്. സോ ശ്രീകാന്ത് becomes one of the toppers in the classroom. ശ്രീകാന്ത് ആ ക്ലാസ്സിലെ ടോപ്പറായിട്ട് മാറുന്നു. ആ ക്ലാസ്സിലെ ടോപ്പർ മാത്രമല്ല, ആ സ്കൂളിൽ തന്നെ ടോപ്പറായിട്ട് അവൻ മാറുന്നു. ആൻഡ് ഈ ഗോട്ട് ഹൈ മാർക്സ് ഇൻ SSLC. അങ്ങനെ SSLCയിൽ ഹൈ മാർക്ക് കിട്ടിയപ്പോൾ അടുത്ത പ്രതിസന്ധി വന്നു, സയൻസ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഒരു സ്കൂളിൽ അഡ്മിഷൻ വേണ്ടി പോകുന്ന സമയത്ത് they told him that you cannot take science because you are blind. സോ സയൻസിൽ കുറേ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്യാണ്ട്, ലാബിൽ കുറേ പരീക്ഷണങ്ങളൊക്കെ ചെയ്യാണ്ട്, അപ്പോൾ ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾക്ക് പറ്റില്ല എന്ന് പറയുന്നു. സോ ശ്രീകാന്ത് വാസ് നോട്ട് റെഡി ടു ഗിവ് അപ്പ്. ശ്രീകാന്ത് സ്റ്റാർട്ടഡ് ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് ദിസ് ഡിസിഷൻ. ഹി ഫയൽഡ് എ സ്യൂ ഇൻ ദ കോർട്ട്. അദ്ദേഹം കോർട്ടിൽ ഒരു കേസ് ഫയൽ ചെയ്യുന്നു. അങ്ങനെ ആ കേസ് വിജയിക്കുന്നു. അവിടെ തന്നെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റുന്നു, പഠിക്കാൻ പറ്റുന്നു. അദ്ദേഹത്തിന് അദ്ദേഹം വിചാരിച്ച സ്കൂളിൽ പഠിക്കാൻ പറ്റുന്നു. അങ്ങനെ അദ്ദേഹം പഠിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ട്യൂട്ടറുടെ ഹെൽപ്പോടുകൂടെ ഈ വോയിസ് റെക്കോർഡുകളും ക്ലാസ്സുകളൊക്കെ ഒരു സ്ത്രീ അവനെ ഹെൽപ്പ് ചെയ്യുന്നു. ഹി ബിക്കെയിം വൺ ഓഫ് ദ എന്താ പറയുക ടോപ്പേഴ്സ് അഗെയിൻ ഇൻ +2 സയൻസിൽ 90 above മാർക്കോടുകൂടെ വീണ്ടും പാസ്സാവുന്നു. അങ്ങനെ +2 പാസ്സായപ്പോൾ അടുത്ത പ്രതിസന്ധി വരുന്നു. IITയിൽ അഡ്മിഷൻ കിട്ടണം എന്നാണ് ഇവൻ ആഗ്രഹം. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നോ IIT ഇൻ ഇന്ത്യ ഈസ് റെഡി ടു ഹെൽപ്പ് ഹിം, ഈസ് റെഡി ടു ഗിവ് ഹിം ആൻ അഡ്മിഷൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു എക്സാം എഴുതണം.
ഈ എക്സാം എഴുതാൻ ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾക്ക് പറ്റൂല എന്ന് ഇവർ പറയുന്നു. നമ്മളെ നീറ്റ് എക്സാമിനൊക്കെ ഭയങ്കര എന്താ പറയുക സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസൊക്കെ അല്ലേ നമ്മളൊക്കെ നാട്ടിലുള്ളത് അല്ലേ? ഡ്രസ്സിൻ്റെ കാര്യത്തിലും മറ്റു കാര്യത്തിലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് നോംസ് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും IIT-കളിലൊക്കെ ഉള്ള എക്സാമുകൾ വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ ഇവനത് എഴുതാൻ പറ്റില്ല എന്ന് പറയുന്നു. സോ അപ്പോൾ അവൻ വീണ്ടും എന്ത് ചെയ്തില്ല, he did not give another sue against the government എന്ത് അല്ലെങ്കിൽ ഈ IIT-കൾക്കെതിരെ ഇവൻ സ്യൂ ഒന്നും കൊടുക്കുന്നില്ല, അതായത് കേസ് ഒന്നും ഫയൽ ചെയ്യുന്നില്ല. he decided that if IIT did not want me, I did not want IIT anymore. IIT-ക്ക് എന്നെ വേണ്ടെങ്കിൽ എനിക്ക് IIT-നെ വേണ്ടാന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ MIT-യിൽ മാസച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അമേരിക്കയിലെ MIT-യിൽ അഡ്മിഷൻ അപ്ലൈ ചെയ്യുന്നു. നമ്മുടെ നാട്ടിൽ മാത്രമേ ഡിസ്ക്രിമിനേഷൻ ഉള്ളൂ കേട്ടോ, പുറം രാജ്യങ്ങളിലൊന്നും ഡിസ്ക്രിമിനേഷൻ ഇല്ല. നിങ്ങൾക്ക് BR അംബേദ്കറിൻ്റെ ഒക്കെ കഥ അറിയുന്നുണ്ടാവും. ഇന്ത്യയിൽ ദളിതർക്ക് പഠിക്കാൻ പറ്റാത്ത സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് പുറം യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് PhD ഒക്കെ ചെയ്യുന്നത്. അപ്പം നമ്മുടെ നാട്ടിലാണ് ഈ ഡിസ്ക്രിമിനേഷൻ കൂടുതലുള്ളത്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ MIT-യിൽ നമ്മളെ ശ്രീകാന്ത് ബൊല്ലയ്ക്ക് അഡ്മിഷൻ കിട്ടുന്നു. അവിടെ അവൻ എന്ത് ചെയ്യുന്നു, അവിടുന്ന് അദ്ദേഹം എൻജിനീയറിങ് പാസ്സാവുന്നു. അവിടെ തന്നെ സെറ്റിൽ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അവിടെ കല്യാണം കഴിച്ച് വേണമെങ്കിൽ സെറ്റിൽ ചെയ്യായിരുന്നു. ബട്ട് he did not do that. Instead he came back to India in order to help so many oppressed people like him. അദ്ദേഹത്തെ പോലെ ഒപ്രസ്ഡ് ആയിട്ടുള്ള ഒരുപാട് മക്കളെ സഹായിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം തിരിച്ചു വരുന്നു. ആൻഡ് he started a new എന്താ പറയുക ബിസിനസ്, എ ന്യൂ ഓൺട്രപ്രണർഷിപ്പ്. അതിൻ്റെ പേര് ബൊലാൻഡ് ഇൻഡസ്ട്രീസ് എന്നാണ്. ഈ ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കണ്ണ് കാണാത്ത മക്കളെ കൊണ്ട് എന്ത് ചെയ്യുക, പുതിയ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുക, അത് സെല്ല് ചെയ്യിപ്പിക്കുക, അങ്ങനെയുള്ളൊരു സംരംഭം തുടങ്ങുന്നു. ഇന്ന് എത്രയോ ആളുകൾക്ക് ജോലി കൊടുക്കുന്ന, എത്രയോ ആളുകൾക്ക് ഒരു തണലായിട്ട് മാറിയ ഒരു ഇൻഡസ്ട്രിയുടെ ഓണറാണ് ശ്രീകാന്ത് ബൊല്ല. ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ദ ക്വസ്റ്റ്യൻ. നമ്മൾ കഥ പറഞ്ഞു, ഇനി എന്താ ചോദ്യം നോക്കൂ. ശ്രീകാന്ത് ബൊല്ല could not sleep on the night when he was being ignored by his teachers and friends. In the following day, he decided to write a complaint to the district collector. Write the likely letter to the district collector. ഞാൻ നിങ്ങളോട് സ്റ്റോറി പറഞ്ഞല്ലോ, പിന്നെ സ്കൂളിൽ ഒരു ദിവസം കുട്ടികളും പിന്നെ ടീച്ചേഴ്സൊക്കെ അവൻ ഒറ്റപ്പെടുത്തുന്നുണ്ട്. അത് അന്നത്തെ ദിവസം അവന് ഉറങ്ങാൻ പറ്റുന്നില്ല. പിറ്റേ ദിവസം അവൻ തീരുമാനിച്ചു, അവൻ നല്ല ഫൈറ്റിംഗ് മെൻറ്റാലിറ്റി ഉള്ള ആളാണല്ലോ, ഇവൻ തീരുമാനിച്ചു തൽക്കാലം എന്ത് ചെയ്യാം, ഡിസ്ട്രിക്റ്റ് കളക്ടർക്ക് ഒരു കംപ്ലയിൻറ്റ് കൊടുക്കാൻ തീരുമാനിക്കുക. അപ്പോൾ ആ ഒരു കംപ്ലയിൻ്റ് ആണ് നിങ്ങൾ എഴുതേണ്ടത് മക്കളെ. അപ്പോൾ കംപ്ലയിൻറ്റ് എഴുതുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ ലെറ്ററാണ് കേട്ടോ. അപ്പോൾ ഒരു ഒഫീഷ്യൽ ലെറ്ററിൻ്റെ ഫോർമാറ്റ് ഞാനിതാ ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതിനെന്തൊക്കെയാണ് വേണ്ടത്? ഫ്രം വേണം അല്ലേ? ആരാണ് എഴുതുന്നത്? അപ്പോൾ ഇവിടെ ഫ്രം എന്നുള്ളടത്ത് നമ്മൾ എഴുതണം അല്ലേ, ശ്രീകാന്ത് ബൊല്ല. പിന്നെ അഡ്രസ്സൊക്കെ കൊടുക്കണം കേട്ടോ. പിന്നെ ആന്ധ്രാപ്രദേശ് എന്തെങ്കിലുമൊക്കെ വീട്ടുപേരും ഇനീഷ്യലൊക്കെ കൊടുക്കാം. ടു എന്ന് പറയുന്നിടത്ത് ദ ഡിസ്ട്രിക്റ്റ് കളക്ടർ എന്നാണ് കൊടുക്കേണ്ടത്. എന്താ കൊടുക്കേണ്ടത്? ദ ഡിസ്ട്രിക്റ്റ് കളക്ടർ. ഓക്കെ. പിന്നെ സബ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് ആണ്. എന്താണ് സബ്ജക്റ്റ്? ഇവിടെ ഡിസ്ക്രിമിനേഷൻ നേരിടേണ്ടി വരികയാണ് അല്ലേ? അപ്പോൾ അതിനൊരു അറുതി വരണം. അല്ലെങ്കിൽ എന്താ പറയുക, ഇദ്ദേഹത്തെ പോലുള്ള കുട്ടികൾക്കും ഇവനെ പോലുള്ള കുട്ടികൾക്കും സ്കൂളിൽ കോമൺ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ജില്ലാ കളക്ടർ അതിൽ ഇടപെടണം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് ഇംഗ്ലീഷിലൊരു ചെറിയൊരു 1 ലൈൻ ആയിട്ടുള്ള സബ്ജക്റ്റ് ആക്കുക എന്നുള്ളത് നോക്കിക്കോളൂ കേട്ടോ. എന്താ പറയുക, ടു ഗെറ്റ്, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജിൽ സിമ്പിളാക്കി എഴുതി തരാം. ടു ഗെറ്റ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി for blinds, for blind students. In school. Okay. നമ്മളെ സബ്ജക്റ്റ് സ്പെസിഫിക് ആണ്. കാരണം നമ്മളെ വിഷയം എന്ന് പറയുന്നത് സ്കൂളിൽ ബ്ലൈൻഡ് ആയിട്ടുള്ള മക്കൾക്ക് എന്ത് കിട്ടണം? ഈക്വൽ ഓപ്പർച്യൂണിറ്റി കിട്ടണം. അപ്പോൾ ഇതൊരു എക്സാമ്പിളാണ്. നിങ്ങൾക്ക് വേറെ ഇതുപോലെ സ്യൂട്ടബിളായ സബ്ജക്റ്റുകൾ വേറെയും കൊടുക്കാം കേട്ടോ. പിന്നെ സാല്യൂട്ടേഷൻ വേണം. സാല്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഡിയർ സർ, റെസ്പെക്റ്റഡ് സർ എന്നൊക്കെ പറയില്ലേ, അപ്പോൾ ഇങ്ങനെ കൊടുക്കാം. റെസ്പെക്റ്റഡ് സർ ഓർ മാഡം എന്ന് കൊടുത്തോണ്ട് കേട്ടോ. കാരണം നമ്മൾ ജെൻഡർ ഈക്വാലിറ്റി, നമ്മൾ എഴുതുന്ന ആളാണോ പെണ്ണോ നമുക്കറിയില്ലല്ലോ. അപ്പോൾ റെസ്പെക്റ്റഡ് സർ ഓർ മാഡം, അല്ലെങ്കിൽ മാഡം ഓർ സർ എന്നൊക്കെ കൊടുക്കാം, കുഴപ്പമില്ല. എന്നിട്ട് വിഷയം
ആശയം അവതരിപ്പിക്കുക. എന്താ പറയുക, എന്തൊക്കെ കാര്യങ്ങൾ അതിൽ എഴുതാ? Respected sir or madam, I am Srikanth Bolla, one of the blind students studying in this particular school. Studying അല്ലേ, ഞാൻ ശ്രീകാന്ത് ബൊല്ലയാണ്, പിന്നെ എന്താ പറയുക, ബ്ലൈൻഡ് സ്റ്റുഡൻ്റ് ആണ്, ഞാൻ ഇന്ന സ്കൂളിലാണ് പഠിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആ ഇൻസിഡൻറ്റ് വിവരിച്ചു കൊടുക്കണം. അതായത് ഐ എം ഇൻ 6th സ്റ്റാൻഡേർഡ്, ഐ എം ഇൻ 1st സ്റ്റാൻഡേർഡ് സർ, ഐ എം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു ഇൻഫോം യു ദാറ്റ്, ഞാൻ നിങ്ങൾക്ക് ഈ കത്ത് എഴുതുന്നത് നിങ്ങളെ ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ദാറ്റ് ഐ ഫേസ്ഡ് അല്ലെങ്കിൽ ഐ ഹാഡ് ഫേസ്ഡ് സോ മെനി ഡിസ്ക്രിമിനേഷൻ ഫ്രം ദ സൈഡ് ഓഫ് ദ ടീച്ചേഴ്സ് ആസ് വെൽ ആസ് മൈ ക്ലാസ്മേറ്റ്സ്. എൻ്റെ ക്ലാസ്മേറ്റ്സിൻ്റെ അടുത്തുനിന്നും എൻ്റെ ടീച്ചേഴ്സിൻ്റെ അടുത്തുനിന്നും എനിക്ക് വിവേചനം, വേർതിരിവ്, ഡിസ്ക്രിമിനേഷൻ നേരിടേണ്ടി വന്നു. I am very depressed. I became very depressed after that. I am not able to perform well in my studies because of this discrimination. ഈ ഡിസ്ക്രിമിനേഷൻ കാരണം എനിക്ക് സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല. No one in the class, including the teachers, are giving any attention to me. They are not making me participate in any activities. അവരൊന്നും എന്നെ ഒരു ആക്ടിവിറ്റീസിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുന്നില്ല. They are not giving me any opportunity to perform anything in the class. അതായത് ഈ കുട്ടീൻ്റെ ഉള്ളിലുള്ള വികാരങ്ങളൊക്കെ ഒരു എന്താ പറയുക, ചെറിയ രൂപത്തിൽ എഴുതുക, എന്നിട്ട് ലാസ്റ്റ് ഇതിനൊരു ആക്ഷൻ എടുക്കണമല്ലോ. സോ ഡിയർ സർ അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് സർ, പ്ലീസ് ടേക്ക് ആൻ ഇമ്മീഡിയറ്റ് ആക്ഷൻ അഗൈൻസ്റ്റ് ദിസ്. എന്ത് ആക്ഷനാണ് ഇവൻ ആഗ്രഹിക്കുന്നത്? എന്നിട്ട് അത് നമ്മൾ സബ്ജക്റ്റിൽ കൊടുത്തില്ല, ഒരു ആക്ഷൻ വേണമെന്നല്ലേ. എന്ത് വേണം? ഈ ഓപ്പർച്യൂണിറ്റിയിൽ ഇക്വാലിറ്റി വേണം അല്ലേ, അവസരങ്ങളിൽ സമത്വം വേണം. ഓക്കെ, ഈക്വൽ ഓപ്പർച്യൂണിറ്റി വേണം. I want you as a district collector should take an action to get equal opportunity to blind students also in schools. സ്കൂളുകളിൽ ഈ ബ്ലൈൻഡ് ആയിട്ടുള്ള മക്കൾക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി കിട്ടാൻ സാറ് ഇടപെടണം എന്ന് പറഞ്ഞതിന് ശേഷം ലാസ്റ്റ് എന്ത് എഴുതണം? യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, വിശ്വസ്തയോടെ, എന്നിട്ട് നെയിം എന്നുള്ളടത്ത് ശ്രീകാന്ത് ബൊല്ല എന്ന് എഴുതുക. ഇത്രയും എഴുതിയാൽ ഒരു ഒഫീഷ്യൽ ലെറ്ററായി. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ലെറ്ററിൻ്റെ ഫോമാറ്റ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ, അതായത് ശ്രീകാന്ത് ബൊല്ലയുടെ ചാപ്റ്ററിൽ നിന്നുള്ള റിമൈനിങ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഐ വിൽ കം ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ടേക്ക് കെയർ, ബൈ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.